എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അതിന് ആദ്യം തന്നെ ഒന്ന് സോറി പറയുകയാണ്, കുറേ തിരക്കിലൊക്കെ പെട്ടു. അപ്പം ഇന്ന് ഞാൻ ചിക്കൻ ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്ന, നാടൻ ഡിഷാണല്ലോ, അതുകൊണ്ട് അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ ഇഞ്ചി കുറച്ച് കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയൊരു കഷ്ണം മതി, വെളുത്തുള്ളി ഒരു 5-8 നന്നായി കൊത്തിയരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില. അതൊന്ന് മൂത്ത് നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് ഞാൻ ഓൾറെഡി ഒരു 1/4 കിലോ ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര് അതും ചേർത്തിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇതിലൊരു 1/4 കിലോ ചിക്കനിലാണ് ഇത് ഉണ്ടാക്കണത് കേട്ടോ. അത് നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഡ്രൈ ആയിട്ടുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അതായത് ചോറിന്, അങ്ങനെ പുലാവ്, അപ്പം, ദോശ എല്ലാറ്റിനും കൂട്ടി കഴിക്കാൻ പറ്റും. എന്നാൽ മസാല പുരണ്ടിരിക്കും, അങ്ങനെ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ചിക്കനും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലധികം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്. അതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ മസാലയൊക്കെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് വേറെ മസാലകൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കണില്ല, ഈ ചിക്കനിലിട്ടത് തന്നെയുള്ളൂ. അപ്പോൾ അതിന് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ഞാൻ ഇവിടെ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുഴുവൻ മല്ലിയും, കുരുമുളക് ഒരു ടേബിൾ സ്പൂണും, പിന്നെ പെരിഞ്ജീരകം ഒരു 1/2 ടേബിൾ സ്പൂണും, കറിവേപ്പിലയും ഒരു തണ്ടിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട്, അതാ ഈ നേരം കൊണ്ട്, ഇത് വേവണ നേരം കൊണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട്, എണ്ണയൊന്നും ഒഴിക്കണ്ട, അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ സ്പെഷ്യൽ മസാല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ ഒരു ടീസ്പൂണ് ഇടിച്ച മുളക്, ചതച്ച മുളക് എന്നൊക്കെ പറയും, അത് ഇടുന്നുണ്ട് കേട്ടോ. അത് ഇടയിൽ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് പൊടിച്ച് വെച്ച മസാല. അതും ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അതും ഇടുന്നുണ്ട്, ആ മസാല ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇതും ഇടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ സ്പെഷ്യൽ മസാല. ഞാൻ അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിടുന്നതാണ്. അപ്പം അത് മാത്രമേ ചേർക്കുള്ളൂ. വേറെ മല്ലിപ്പൊടി, വേറെ മുളക് പൊടി, മീര ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഓൾറെഡി 1/4 ഭാഗം വെന്തു അടച്ചു വെച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും, എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നു. പിന്നെ അതിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ സവാള ഇട്ടിട്ടില്ല, നോക്കായിരുന്നു. ഇത് ഞാൻ സവാള ഇതിൽ ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ആ ഉള്ളി വല്ലാതെ വഴന്നു പോവാതെ നമുക്ക് കടിക്കാൻ അങ്ങനെ ഇടയിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടും. അതിന് ശേഷം മസാലയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു, അതിട്ടു. പിന്നെ സവാള ഒരെണ്ണം നന്നായി കൊത്തിയരിഞ്ഞത് അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒഴിച്ച ആ എണ്ണയൊക്കെ അതിൽ മിക്സായി നന്നായി വരും. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു കറിവേപ്പില തണ്ടും കൂടി ഇട്ടിട്ട്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വെക്കൂ. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. പിന്നെ അത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്താലും മതി. പക്ഷേ ഫ്രഷായിട്ട് ഫുള്ള് മല്ലി, കുരുമുളക്, പെരിഞ്ജീരകമൊക്കെ ചേർത്തിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ച് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അല്ലാത്തവർക്ക് എളുപ്പപ്പണിയും വേണമെച്ചാൽ ചെയ്യാമെന്ന് മാത്രം. ഞാൻ ആ ഓപ്ഷനും കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇതിൽ വല്ലാതെ വെള്ളമൊന്നും ചേർക്കാതെ അങ്ങനെ പൊതിഞ്ഞിരിക്കണം ഈ മസാല ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ്. വെള്ളയപ്പത്തിന്, ചപ്പാത്തിക്ക്, പിന്നെന്താ പത്തിരി, ദോശ, ചോറിന് ഈ മസാല തന്നെ നല്ല ടേസ്റ്റാട്ടോ. ഈ മസാല കൂട്ടിയിട്ട് ചോറിനാനും നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് നോക്കി നോക്കൂ, അഭിപ്രായം പറയുക. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ഓക്കെ, അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്